ഒരിക്കലും ഞാൻ സ്ത്രീവിരുദ്ധനല്ല. അത് ഞാനായിട്ട് സംസാരിച്ചിട്ടുള്ള സ്ത്രീകളാണെങ്കിലും എൻ്റെ കൂടെ നടന്നിട്ടുള്ള സ്ത്രീകളാണെങ്കിലും എൻ്റെ കൂടെ ഡാൻസ് ചെയ്തിട്ടുള്ള എല്ലാ സ്ത്രീകളും വീണ്ടും വീണ്ടും എൻ്റെ കൂടെ ഈവൻ അഭിനയിച്ച സ്ത്രീകൾ വരെ ചേട്ടാ ഞങ്ങൾ അടുത്ത പടത്തിൽ ചേട്ടൻ്റെ കൂടെ അഭിനയിക്കണമെന്ന് വീണ്ടും വീണ്ടും ആഗ്രഹമുണ്ട്. ഒരിക്കലും ഞാൻ സ്ത്രീവിരുദ്ധനല്ല. ഒരിക്കലും ഈ പഠിക്കാൻ വിദ്യാഭ്യാസത്തിന് വേണ്ടി നാടുവിടുക എന്നുള്ളതല്ല, സ്വാതന്ത്ര്യത്തിന് വേണ്ടി നാടുവിടുന്നത്. ഇവർ ഭയങ്കര സാമൂഹിക പ്രവർത്തകർ, ഞങ്ങൾ ഭയങ്കര രാഷ്ട്രീയം, ഭയങ്കര നേതാക്കൾ, ഞങ്ങൾ ഇവിടുത്തെ സമൂഹത്തിൽ എന്താ പറയുക എന്താണ് സാംസ്കാരിക നിങ്ങളെ വെല്ലുവിളിക്കാം, നിങ്ങൾക്ക് പറ്റൂല. നിങ്ങൾക്ക് തോപ്പുംപടി പാലത്തിൽ 12 മണിക്ക് ഇരുന്നിട്ട് ഷിപ്പ്യാർഡ് കാണാൻ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല. അതിന് മുമ്പ് അപ്പം തന്നെ കഴുകന്മാർ വരും, മാനിയന്മാർ വരും പോക്കാൻ. ചേട്ടാ, നമ്മുടെ മലയാള സിനിമയുടെ ഏറ്റവും വലിയ ബലം എന്ന് പറയുന്നത് യൂത്താണ്. എല്ലാം ലോകത്തിന്റെ അല്ലേ? അതെ, നമ്മുടെ അവർ എടുക്കുന്ന സിനിമകൾ ശ്രദ്ധിക്കപ്പെടുന്നു. അതെ. അപ്പോൾ ഇത് സിനിമയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ അല്ല, പക്ഷേ ഒരു പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. അവർ ഈ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് വിദേശ രാജ്യങ്ങളിൽ ശരിക്കും അവർ പഠിക്കാനല്ല പോകുന്നത്. ഇത് ഞാൻ മനസ്സിലാക്കിയതാണ്. ഒരിക്കലും ഈ പഠിക്കാൻ വിദ്യാഭ്യാസത്തിന് വേണ്ടി നാടുവിടുക എന്നുള്ളതല്ല, സ്വാതന്ത്ര്യത്തിന് വേണ്ടി നാടുവിടുന്നത്. പഠിക്കൽ അവിടെ ഇരുന്നാലും ഇവിടെ ഇരുന്നാലൊക്കെ ഇതിപ്പോൾ നാഷണൽ സ്കൂൾ, ഇൻ്റർനാഷണൽ സ്കൂളെല്ലാം ഇവിടെയൊക്കെ എല്ലാം ഉണ്ട്, ഇവിടെയുണ്ട്. വിദ്യാഭ്യാസമൊക്കെ ഇവിടെ ഇരുന്ന് അവർക്ക് ഉണ്ടാക്കാം. അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രമാണ് ഇവിടുന്ന് നാട് വിടുന്നത്. നിങ്ങൾക്ക് കൊച്ചിയിൽ 12 മണിക്ക് തോപ്പുംപടി പാലത്തിൻ്റെ കൂടെ ഒറ്റക്കൂടി നടക്കാൻ പറ്റുമോ? പറ്റില്ല. എന്നിട്ട് ഇവർ ഭയങ്കര സാമൂഹിക പ്രവർത്തകർ, ഞങ്ങൾ ഭയങ്കര രാഷ്ട്രീയം, ഭയങ്കര നേതാക്കൾ, ഞങ്ങൾ ഇവിടുത്തെ സമൂഹത്തിൽ എന്താ പറയുക എന്താണ് സാംസ്കാരിക നിങ്ങളെ വെല്ലുവിളിക്കാം, നിങ്ങൾക്ക് പറ്റൂല. നിങ്ങൾക്ക് തോപ്പുംപടി പാലത്തിൽ 12 മണിക്ക് ഇരുന്നിട്ട് ഷിപ്പ്യാർഡ് കാണാൻ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല. അതിന് മുമ്പ് അപ്പം തന്നെ കഴുകന്മാർ വരും, മാനിയന്മാർ വരും പോക്കാൻ. വെറുതെ തോണ്ടിക്കൊണ്ടിരിക്കും നിങ്ങൾ. അപ്പോൾ ആ സ്വാതന്ത്ര്യം അവർക്ക് മനസ്സിലായി. നമ്മൾ ഇവിടെ ഇരുന്ന് പഠിച്ച് ഇവരെ ഭർത്താക്കന്മാരെ നോക്കാൻ, അമ്മമാരെ, അതൊന്നും നമുക്ക് നമ്മുടെ കാര്യം നോക്കാം, പുറത്തോട്ട് പോകാം. അവർക്ക് 12 മണിക്ക് യൂറോപ്പിലൂടെ നടന്നിങ്ങനെ നടക്കാം, സന്തോഷം നടക്കാം. അതില്ല. അതുകൊണ്ട് പഠിക്കാനല്ല പോകുന്നത്. ഓക്കെ, പഠിക്കാനായിരിക്കാം. പക്ഷേ യുവാക്കൾ മെയിൻലി പുറത്തോട്ട് പോകുന്നത് അവരുടെ സ്പെഷ്യലി സ്ത്രീകൾ അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്. ഇടാനുള്ള അല്ലേ 2 പീസ് ഇട്ട് വർക്കിലേ പോകുമോ? പക്ഷേ 2 പീസ് ഇട്ട് നിങ്ങൾ അമേരിക്കയിൽ പോകണ്ടല്ലോ, ബീച്ചിൽ മയാമിയിൽ നടക്കുമല്ലോ. എന്തുകൊണ്ടത് വർക്കിലല്ലേ നിങ്ങൾ 2 പീസ് ഇട്ട് കിടക്കാത്തത്? കണ്ടില്ലേ വലിയ വലിയ ആർട്ടിസ്റ്റുകളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാം അവിടെയൊക്കെ 2 പീസ് ഇട്ടുണ്ട് ബീച്ചിലിരിക്കണം. എന്തുകൊണ്ട് കേരളത്തിലെ ബീച്ചിൽ പോകാൻ പറ്റുള്ളവർക്ക്? അത്രയൊന്നും ആയിട്ടില്ല കേരളത്തിൻ്റെ സമൂഹം. പൂർവ്വം പൊട്ട സമൂഹമാണ്. ഈ പറയണ മാന്യന്മാരുടെ കാര്യമാണ് കേട്ടോ. നിങ്ങൾ 2 പീസ് ഇട്ട് നിങ്ങൾ വർക്കിലെ പോയി കിടന്ന് നോക്കിയാൽ ചുറ്റിനും കിടന്ന് കറങ്ങും ആൾക്കാർ. മാന്യന്മാരാണ് കേട്ടോ, ഭയങ്കര മാന്യന്മാരാണ്. അപ്പോൾ ഇവർ പുറത്തോട്ട് പോകുന്നത് സ്വാതന്ത്ര്യം ജീവിക്കുക. ആയക്കൂടി ഇത്ര നാളുള്ളെന്ന് നമ്മൾ ഈ പറയണതൊക്കെ പട്ടപ്പെട്ടാന്ന് പറഞ്ഞ് പോകും. എനിക്ക് അവാർഡ് കിട്ടിയിട്ട് 7 കൊല്ലം ഞാൻ ഇന്നാണ് ആലോചിക്കുന്നത്. എനിക്കധികം 7 കൊല്ലം സമയം അത്ര ഉള്ളൂ. മരണം വരെ സന്തോഷിക്കുക. അതുകൊണ്ടാണ് പിള്ളേർ പോണത്. നല്ല ക്വസ്റ്റ്യനായിരുന്നു. എൻ്റെ അറിവ് ഇതാണ്, സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർ നാട് വിട്ടു പോകണേ. ചേട്ടൻ ഒരു സ്ത്രീവിരുദ്ധനാണോ? ചോദിക്കുമ്പോൾ തന്നെ പേടിപ്പിക്കണേണല്ലോ. എന്താണ് അങ്ങനത്തെ ചോദ്യം? എന്താ മനസ്സിലായില്ല, എന്താണ് ഉദ്ദേശം? സ്ത്രീവിരുദ്ധൻ എന്നെ കുറിച്ച് നിങ്ങൾ പറയാൻ കാര്യം? ചേട്ടാ, ഈ സോഷ്യൽ മീഡിയ കമന്റ്സ് ഒക്കെ വായിക്കുമ്പോൾ അതിനകത്ത് ചേട്ടനോടുള്ള സ്ത്രീകളുടെ ഒരു അതായത് മറ്റുള്ളവർ എൻ്റെ ഫേസ്ബുക്കിൽ വന്നിട്ട് എഴുതുന്ന കമൻറ്റുകൾ കാണുമ്പോൾ അല്ലേ? ഇല്ല, ഞാൻ ഒരിക്കലും സ്ത്രീവിരുദ്ധനല്ല. കാരണം എൻ്റെ കൂടെ ഉണ്ടായ ഒരു സ്ത്രീ, ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതാ, ഒരു സ്ത്രീ ഇതുവരെ പോയിട്ടില്ല. പുതിയ സ്ത്രീകളെ അങ്ങോട്ട് അടുപ്പിക്കാറ് കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. ഒരു സ്ത്രീ വരെ എന്നെ വിട്ട് ഇതുവരെ പോയിട്ടില്ല. ഒരിക്കലും ഞാൻ സ്ത്രീവിരുദ്ധനല്ല. അത് ഞാനായിട്ട് സംസാരിച്ചിട്ടുള്ള സ്ത്രീകളാണെങ്കിലും എൻ്റെ കൂടെ നടന്നിട്ടുള്ള സ്ത്രീകളാണെങ്കിലും എൻ്റെ കൂടെ ഡാൻസ് ചെയ്തിട്ടുള്ള എല്ലാ സ്ത്രീകളും വീണ്ടും വീണ്ടും എൻ്റെ കൂടെ ഈവൻ അഭിനയിച്ച സ്ത്രീകൾ വരെ ചേട്ടാ ഞങ്ങൾ അടുത്ത പടത്തിൽ ചേട്ടൻ്റെ കൂടെ അഭിനയിക്കണമെന്ന് വീണ്ടും വീണ്ടും ആഗ്രഹമുണ്ട്. ഒരിക്കലും ഞാൻ സ്ത്രീവിരുദ്ധനല്ല. ചേട്ടാ, മാല കണ്ടിട്ട് ചോദിക്കുവാണ്, ഓമിൻ്റെ ലോക്കറ്റ് പിന്നെ ജപമാല പോലെ തോന്നുന്നു. അപ്പോൾ വിശ്വാസിയാണോ? വിശ്വാസിയാണ്, വളരെ വിശ്വാസിയാണ്. അറിവ് ദൈവമായിട്ട് വിശ്വസിക്കുന്നവർത്തിനാണ്. അപ്പോൾ അറിവ് എല്ലാ ദിവസവും കിട്ടണേ എന്നുള്ള ഒരു അല്ലേ, നിങ്ങളായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും അറിവ് കിട്ടണം. പിന്നെ കണക്കുകളുണ്ട് കുറേ. ഇത് വലിയൊരു ടോപ്പിക്ക്, എനിക്കത് ചെറുതായിട്ട് പറയാൻ പറ്റില്ല. ഒറ്റ ചോദ്യം, ആ ചോദ്യത്തിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ. ഞാൻ വളരെ വലിയ വിശ്വാസിയാണ്. ചേട്ടാ, ഓൾറെഡി ഒരു പടം അനൗൺസ് ചെയ്തല്ലോ, ഡയറക്ഷൻ. അത് ഉടനെ പ്രതീക്ഷിക്കാവോ? ഞാൻ എൻ്റെ മ്യൂസിക് അന്ന് അത് റെഡിയായി വന്നതാണ്. അപ്പോൾ അതിൽ ഞാൻ എഴുതി വന്നിരുന്നപ്പോൾ അത് ഞാൻ ആദ്യം നാട്ടിൽ ചെയ്യാമെന്ന് വിചാരിച്ച പടം, ഞാൻ മുന്നേ പറഞ്ഞതാ, നാട്ടിൽ ചെയ്യാമെന്ന് വിചാരിച്ച പടം. പക്ഷെ അത് എഴുതി വന്നപ്പോൾ ഇത്തിരി വലിയ പടം.
പിന്നെ മ്യൂസിക് ഉണ്ടാക്കി വന്നപ്പോൾ എനിക്കത് രസമായിട്ട് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ അത് കുറച്ച് വലുതായിട്ട് ചെയ്യാം. ആ പടത്തിൽ മ്യൂസിക് ഞാൻ തന്നെ അതിൽ മ്യൂസിക് ഇതിപ്പോൾ പഴയത് അഭിനയം, മെയിൻ ഹീറോ, മെയിൻ ക്യാരക്ടർ, മ്യൂസിക്, ഡയറക്ഷൻ, ഹാഫ് ഓഫ് പ്രൊഡക്ഷനും ഞാൻ തന്നെ ആയിരിക്കും ആ പടത്തിൻ്റെ ചെയ്യണത്. വെരി സൂൺ ഉണ്ടാവും. ദൈവം സഹായിച്ച ഇയറിൻ്റെ എൻഡിൽ അനൗൺസ് ചെയ്യും വീണ്ടും വിത്ത് പോസ്റ്റർ. വെരി സൂൺ ഉണ്ടാകും.